واليوم كنت قلت لكم أننا نبدأ واليوم كنت قلت لكم أننا نبدأ درس البلاغة، لكن لبعض الأمور الطارئة أؤجل درس البلاغة إلى الغد إن شاء الله، لأنني كنت كتبت الأسئلة التي أتت في مادة البلاغة في بعض الأوراق، لكنني لا أجدها حاليا الآن في غرفتي وأحتاج إلى البحث. فإن شاء الله غدا يكون درس البلاغة بكل قوة إن شاء الله. واليوم سأكمل ما تبقى من درس الأدب الهندي. نحن تحدثنا عن الأدباء الهنود في الأيام الماضية قليلا. ما تبقى من الأدب الهندي سنتناوله اليوم إن شاء الله. അപ്പോൾ നമ്മൾ ഇന്ത്യൻ അദബായിരുന്നു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. പിന്നെ ഏകദേശം 4 യൂണിറ്റ് നമ്മൾ ഫുള്ളാക്കി. ഇന്ത്യൻ അദബിലെ കുറെ ആളുകളെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള ആളുകളെ മാത്രമാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. ഷാഹ് വലിയുള്ള ദഹ്ലവി ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുപോലെ സിദ്ദീഖ് ഹസൻ ഖാൻ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ എക്സാമിലും അതിന്റെ മുന്നത്തെ എക്സാമിലൊന്നും അറബി അദബ്, ഇന്ത്യയിലെ അറബി സാഹിത്യത്തെ സംബന്ധിച്ച് കൂടുതൽ ചോദിക്കപ്പെട്ടിട്ടില്ല. എന്നാലും ഒരു 4 ചോദ്യങ്ങൾ എങ്കിലും ചുരുങ്ങിയത് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 3 വർഷം മുമ്പുള്ള, 3 വർഷമല്ല, ഒരു 2 വർഷം ഏകദേശം മുമ്പുള്ള ഒരു എക്സാമിൽ ഒരു 20ഓളം ചോദ്യങ്ങൾ ഇന്ത്യൻ ആളുകളെ പറ്റിയിട്ട്, ഇന്ത്യൻ സാഹിത്യകാരെ പറ്റി വന്ന പിന്നെ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിയുള്ളത് എടുക്കുകയാണ്. സിദ്ദീഖ് ഹസൻ ഖാനെ സംബന്ധിച്ച് നമ്മൾ വിശാലമായി ചർച്ച ചെയ്തു. ഇനി അബ്ദുൽ ഹയ്യുൽ ഹസനി നമ്മൾ കഴിഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. പറഞ്ഞതാണ്. അബുൽ ഹസൻ അലി നദീനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, വരുന്നുണ്ട്. ഇനി അബ്ദുൽ അസീസ് അൽ മൈമനി, അടുത്ത അബ്ദുൽ അസീസ് അൽ മൈമനി. അബുൽ ഹസൻ നദീ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിന്റെ മുന്നേ അബ്ദുൽ അസീസുൽ മൈമനി. ഇദ്ദേഹം അലിഗഡിലെ പ്രൊഫസർ ആയിരുന്നു. മനസ്സിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, അലിഗഡിലെ പ്രൊഫസർ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധി ഒരിക്കല് അസ്ഹറിലെ ഒരു ക്ലാസിന്റെ ഇടയിൽ നമ്മൾക്ക് ക്ലാസ് എടുക്കുന്ന ഡോക്ടർ സാബിർ ഒരിക്കല് ചോദിച്ചു, അബ്ദുൽ അസീസ് മൈമനിയുടെ തെഹ്കീക്കോടുകൂടെ പുറത്തിറങ്ങിയ അമാലി നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അറബി സാഹിത്യത്തിൽ വിശ്വപ്രസിദ്ധമായ അൽ അമാലി എന്ന് പറഞ്ഞ ഒരു അറബി അദബിന്റെ പുസ്തകമുണ്ട്. അപ്പൊ ആ അമാലിക്ക് തഹ്കീക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ടിപ്പണി ചെയ്ത ആളാണ് അബ്ദുൽ അസീസുൽ മൈമനി. അങ്ങനെയാണ് അറബി സാഹിത്യ ലോകത്ത് അബ്ദുൽ അസീസുൽ മൈമനി അമാലി എന്ന് പറഞ്ഞ അബു അലി അൽ ഖാലിയുടെ അമാലി എന്ന് പറഞ്ഞ കിതാബിനിക്ക് ടിപ്പണി തഹ്കീക്ക് ചെയ്തു എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്.
അദ്ദേഹം ജനിച്ചത് വുലിദ ഫി രാജ്കോട്ട്, രാജ്കോട്ടിലാണ് ജനിച്ചത്. മരിച്ചത് കറാച്ചിയിലാണ്. തൂഫിയ ഫി മദീനത്തി കറാച്ചി. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാനുസ്ക്രിപ്റ്റ്സ്, അതായത് മഖ്തൂത്താത്ത്, കയ്യെഴുത്ത് പ്രതികളുമായി സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളായിരുന്നു. കാന ഖബീറൻ ബിൽ മഖ്തൂത്താത്ത്. കാന റഈസൻ ലിൽ അദബിൽ അറബി ബിൽ ജാമിഅ. അലിഗഡ് യൂണിവേഴ്സിറ്റി അറബി ഡിപ്പാർട്ട്മെന്റിന്റെ റഈസായിരുന്നു. കാന റഈസൻ ലി ഖിസ്മിൽ അദബിൽ അറബി ബിൽ ജാമിഅ. ഇദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങൾ, ഒന്ന് അത്തൊറായിഫുൽ അദബിയ, ഇമ്പോർട്ടന്റ് ആണ്. അത്തൊറായിഫുൽ അദബിയ. അടുത്തത് അബുൽ അലാഇ വമാ ഇലൈഹി. അബുൽ അലാഇ, അബുൽ അലാഇൽ മാരിയെ സംബന്ധിച്ച പുസ്തകമാണ്. അബുൽ അലാഇ വമാ ഇലൈഹി. അപ്പോ ഇദ്ദേഹത്തെ പറ്റി എക്സാമിൽ ചോദിക്കപ്പെട്ട ചോദ്യമാണ്, അമാലി എന്ന് പറഞ്ഞ കിതാബിനിക്ക്, അബു അലി അൽ ഖാലിയുടെ അമാലി എന്ന് പറഞ്ഞ കിതാബിനിക്ക് തഹ്കീക്ക് ചെയ്ത ആളാരാണ്? അപ്പൊ ആ കിതാബ് അമാലി എന്നുള്ളത് പേര് വെച്ചിട്ട് അതിന്റെ ഓപ്ഷൻ വരുന്ന സമയത്ത് അബ്ദുൽ അസീസുൽ മൈമനിയെ എല്ലാവരും ഓർക്കുക. അത്തൊറായിഖ് എന്നാണോ, അത്തൊറായിഖുൽ അദബിയ എന്നാണ് പുസ്തകത്തിന്റെ പേര്, ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞത്? അത്തൊറായിഫുൽ അദബിയ, തൊരീഫ. തൊറായിഫ്. അടുത്തത് അബുൽ ഹസൻ അൻ നദവി. നമ്മൾ നേരത്തെ പറഞ്ഞ മുഅർരിഖുൽ ഹിന്ദായ, ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദായ, അബ്ദുൽ ഹയ്യുൽ ലക്നവിയുടെ മകനാണ് അബുൽ ഹസൻ അലി അൻ നദവി. ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മള് പുറത്തൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരാന്ന് പറഞ്ഞ സമയത്ത് അബുൽ ഹസൻ നദിയുടെ നാട്ടിൽ നിന്നാണോ വരുന്നത് എന്ന് ചോദിക്കപ്പെടാറുണ്ട്. ഒമ്പതാം വയസ്സ് ആവുമ്പോഴേക്കും പിതാവ് മരിച്ചു. ജനിച്ചത് റായ് ബറേലി, അത് ഇമ്പോർട്ടന്റ് ആണ്. വുലിദ ഫി റായ് ബറേലി, റായ് ബറേലിയിൽ ജനിച്ചു 1913.
അബുൽ ഹസൻ നദവി അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്. ചോദ്യം വന്നിട്ടുണ്ട്, തൻതസിബു ഉസ്റതുഹു ഇലൽ ഹസൻ ഇബ്നു അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബം ചേരുന്നുണ്ട്. തൻതസിബു ഉസ്റതുഹു ഇലൽ ഹസൻ ഇബ്നു അലി. നെദ്വയിൽ നിന്ന് ഇറക്കപ്പെട്ട മജല്ലത്തുൽ ബഅസ്, അതുപോലെ മജല്ലത്തുൽ ളിയാ തുടങ്ങിയ മാസികകളുടെ ഒക്കെ എഡിറ്റർ ആയിരുന്നു. കാന സാഹിബ മജല്ലത്തിൽ ബഅസി, ഇപ്പോഴും ഇറങ്ങുന്ന മാസികയാണ് മജല്ലത്തുൽ ബഅസ്. മജല്ലത്തുൽ ളിയാ ഇപ്പോഴും ഉണ്ടോന്ന് അറിയില്ല. മജല്ലത്തുൽ ളിയാഇന്റെയും മജല്ലത്തുൽ ബഅസിന്റെ ഒക്കെ എഡിറ്റർ ആയിരുന്നു ഇദ്ദേഹം. അതുപോലെ അറായിദ്, ലോകപ്രസിദ്ധ അറബി ഭാഷാ സംഘടനയായ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയയിലെ അംഗത്വം അദ്ദേഹം നേടിയിരുന്നു. നാല ഉളുവിയ്യത്തൻ ഫി റാബിത്തത്തിൽ ആലമിൽ ഇസ്ലാമി. അതുപോലെ സിറിയയിലെ മജ്മഉൽ ലുഗൽ അറബിയയിൽ അദ്ദേഹം അംഗത്വം നേടിയിരുന്നു. നാല ഉളുവിയത്തൻ ഫി മജ്മഇൽ ലുഗത്തിൽ അറബിയ ഫി ദിമഷ്ക്. ഫൈസൽ രാജാവിന്റെ ജായിസ നേടിയ ഇന്ത്യക്കാരൻ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അദ്ദേഹമാണ് നാല ജായിസത്തൽ മലിക് ഫൈസൽ. അതുപോലെ തന്നെ അഷഖ്സിയൽ ഇസ്ലാമിയ, ജായിസത്തു ഷഖ്സിയൽ ഇസ്ലാമിയ ഫി ദുബൈ. ദുബൈയിലെ ഇസ്ലാമിക് പേഴ്സണാലിറ്റി എന്ന പേരിൽ അവർ കൊടുക്കുന്ന അവാർഡ്, ജായിസത്തു ഷഖ്സിയൽ ഇസ്ലാമിയ ഫി ദുബൈ. ആ കിട്ടിയ ക്യാഷ് ഫുള്ള് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ സ്ഥാപനങ്ങൾക്കും അതുപോലെ മറ്റ് സംഗതികൾക്കുമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന ഈ സമ്മാനത്തെ അദ്ദേഹം ചെലവാക്കാറില്ലായിരുന്നു. ജായിസത്തു ഷഖ്സിയൽ ഇസ്ലാമിയ ഫി ദുബൈ. ആയിരത്തി 999 റമദാൻ 23 വെള്ളിയാഴ്ചയാണ് അദ്ദേഹം മരിച്ചത്. അബുൽ ഹസൻ നദവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഇന്ത്യയിലേക്ക് പുറത്തു പോവാതെ അദ്ദേഹം രചിച്ച, അതായത് ഇന്ത്യന്റെ പുറത്തൊക്കെ മൂപ്പര് പിൽക്കാലത്ത് പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹം രചിച്ച ഒരു ടോപ്പ് കിതാബ് അദ്ദേഹത്തിന്റെ 28ാമത്തെ വയസ്സിലാണ് ഏകദേശം. മാദാ ഖസിറൽ ആലമു ബിൻഹിതാത്തിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ പുസ്തകം. അത് അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് പുസ്തകമായിരുന്നു. ആ സമയത്ത് ലക്നൌവിലേക്ക് കുറെ പുസ്തകങ്ങളൊക്കെ വിദേശത്ത് വരുന്നുണ്ടെങ്കിൽ പോലും പുറത്തു പോവാത്ത ഒരു ഇന്ത്യക്കാരന്റെ ഭാഷ കണ്ടിട്ട് ഈജിപ്തിലെ സയ്യിദ് കുത്തുബിനെ പോലെയുള്ള
വിശ്വപ്രസിദ്ധ സാഹിത്യകാരന്മാര്, അതുപോലെ അലി തൊൺതാവിയെ പോലുള്ള സാഹിത്യകാരന്മാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഇന്ത്യക്കാരന് ഇത്രത്തെ കഴിവോ? അത് ആ കിതാബ് വായിച്ച ഒരാൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഒരു ഇന്ത്യക്കാരൻ എങ്ങനെ ഇത് എഴുതുക എന്നുള്ളത്. അത്രക്കും സൂപ്പർ കിതാബായിരുന്നു. ഈജിപ്തിലെ അഹമ്മദ് ഹസൻ സയ്യാത്തിനെ പോലെയുള്ള സാഹിത്യകാരന്മാരൊക്കെ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി നദീബിയുടെ കഴിവ് കണ്ടിട്ട്. ആ പുസ്തകത്തിന്റെ പേര് മാദാ ഖസിറൽ ആലമു ബിൻഹിതാത്തിൽ മുസ്ലിമീൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മുസ്ലിങ്ങളുടെ അധപ്പതനം കാരണമായിട്ട് ലോകത്തിന് എന്താണ് നഷ്ടമായത് എന്നാണ്. ആ പുസ്തകം ഏതൊരു മുസ്ലിമും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഈ എങ്ങനെയായിരുന്നു ഇസ്ലാം മുൻകാലത്ത്, എങ്ങനെയായിരുന്നു ഈ തകർച്ചക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങളെയും നാഗരികതകളെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സൂപ്പർ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് മാദാ ഖസിറൽ ആലമു ബിൻഹിതാത്തിൽ മുസ്ലിമീൻ എന്നാണ്. അടുത്ത വേറൊരു പുസ്തകമാണ്. ഏകദേശം 180-180ഓളം പുസ്തകങ്ങൾ ഏകദേശം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതില് മഷ്ഹൂറായ ചില പുസ്തകങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിച്ചതും ചോദിക്കപ്പെടാൻ സാധ്യതയുള്ള പുസ്തകങ്ങൾ മാത്രം പറയുന്നുള്ളൂ. ഇദാ ഹബ്ബത് റീഹുൽ ഈമാൻ, ഇദാ ഹബ്ബത് റീഹുൽ ഈമാൻ. രണ്ട് എക്സാമിൽ ചോദിച്ച പുസ്തകമാണ് അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്. അടുത്തത് മുഖ്താറാത്തുൻ മിൻ അദബിൽ അറബി. മുഖ്താറാത്തുൻ മിൻ അദബിൽ അറബി. പിന്നെ ഇസ്മഇ യാ മിസ്റു, ഇസ്മഇ യാ സൂരിയ, അങ്ങനെ ഇസ്മഇ കൊണ്ട് തുടങ്ങുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട്. അത് ഓപ്ഷനിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക, അതൊക്കെ അബുൽ ഹസൻ നദവിയുടെ പുസ്തകങ്ങളായിരിക്കും. ഇസ്മഇ യാ മിസ്റു, ഇസ്മഇ യാ സൂരിയ, അങ്ങനെ പുസ്തകം. അടുത്തത് അതുപോലെ അബുൽ ഹസൻ നദവിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അഹ്മദ് അഷഹീദിന്റെ കുടുംബ പരമ്പരയിലേക്ക് ചെന്നെത്തുന്ന സാഹിത്യകാരൻ. അഹ്മദ് അഷഹീദ്, ഇർഫാൻ അഹ്മദ് അഷഹീദ്, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു ഷഹീദാണ് അഹ്മദ് അഷഹീദ്. അഹ്മദ് അഷഹീദിന്റെ പരമ്പരയിലേക്ക് മുട്ടുന്ന സാഹിത്യകാരൻ ആരാണ്? യത്തസിലു നസബുഹു
إلى أحمد الشهيد. അബുൽ ഹസൻ നദ്വി ഇന്ത്യയിൽ അറിയപ്പെട്ട സാഹിത്യകാരനാണ്. ജീവിതത്തിലും ഒരു മാതൃകയായിരുന്നു അദ്ദേഹം ദുബായിലും അതുപോലെ മദീനയിലും സൗദിയിലൊക്കെ പോകുന്ന സമയത്ത് വലിയ വലിയ ഹോട്ടലുകളിലൊന്നും അദ്ദേഹം താമസിക്കാറിരുന്നില്ല. തന്റെ ശിഷ്യന്മാരുടെ ചെറിയ ചെറിയ റൂമുകളിലായിരുന്നു അദ്ദേഹം താമസിക്കാറുള്ളത്. ഇനി അടുത്ത ആള് അബൂ മഹ്ഫൂദ് കരീം അൽ മഅസൂമി. അബൂ മഹ്ഫൂദ് കരീം അൽ മഅസൂമി. ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനനം, 1931 ജനനം, 2009 മരണം. ഈ അടുത്ത് മരിച്ചിട്ടുള്ളൂ. 1931 ജനനം, 2009 മരണം. ബീഹാറിലെ മാഹുവ തോല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ബീഹാറിലെ മാഹുവ തോല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ബീഹാറിലെ മാഹുവ തോല. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ 2-3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതിക്കോളി. ഒന്ന് നവാദിറു അബി അലി അൽ ഹിജ്രി. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് നവാദിറു അബി അലി അൽ ഹിജ്രി. അടുത്തത് ഇദ്ദേഹത്തിന്റെ മക്കാലയാണ് കഅബ് ബിൻ സുഹൈർ നസബുഹു വശിറുഹു. കഅബ് ബിൻ സുഹൈർ നസബുഹു വശിറുഹു. അടുത്തത് അൻവർ ഷാ അൽ കാശ്മീരി. അടുത്ത ആള് അൻവർ ഷാ അൽ കാശ്മീരി.
ഇദ്ദേഹത്തിന്റെ ജനനം 1292 ഹിജ്റ വർഷം. ഇദ്ദേഹത്തിന്റെ ജനനം 1292 ക്രിസ്തു വർഷം. അഫ്വാൻ, ഹിജ്റ വർഷം കേട്ടോ. ക്രിസ്തു വർഷം എത്ര എന്ന് ഞാൻ നോക്കി പറഞ്ഞുതരാം, അടയാളപ്പെടുത്താൻ മറന്നുപോയി. 1292 ഹിജ്റ വർഷം ജനനം. മരണം 1875 ക്രിസ്തു വർഷം. പിന്നെ അൻവർ ഷാ അൽ കാശ്മീരി പ്രാഥമിക പഠനം തന്റെ നാട്ടിൽ പഠിച്ചതിന് ശേഷം ഇൻതഖല ഇല ദാറുൽ ഉലൂം, ഇമ്പോർട്ടന്റ് ആണ്, ദാറുൽ ഉലൂമിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സാഹിത്യകാരൻ ആരാണ് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ثم انتقل الى دار العلوم بديوبند والتحق بها. ദയൂബന്ദിൽ ആണ് ഇദ്ദേഹം മരിച്ചത്. തൂഫിയ ബി ദയൂബന്ദ്. ഇദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അൻവർ ഷാ കാശ്മീരി. ഇദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, അത്തസ്രീഹു ബിമാ തവാത്തറ ഫി നുസൂലിൽ മസീഹ്. എക്സാം ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അത്തസ്രീഹു ബിമാ തവാത്തറ ഫി നുസൂലിൽ മസീഹ്. التصريح بما تواتر في نزول المسيح. അടുത്തത് നെയ്ലുൽ ഫർഖദൈനി ഫി റഫ്ഇൽ യദൈൻ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നെയ്ലുൽ ഫർഖദൈനി ഫി റഫ്ഇൽ യദൈനി. അടുത്തതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മുഷ്കിലാത്തുൽ ഖുർആൻ. മുഷ്കിലാത്തുൽ ഖുർആൻ. അടുത്ത പുസ്തകം ഇമ്പോർട്ടന്റ് ആണ്, ഫൈദുൽ ബാരി അല ജാമിഇ തിർമിദി. വളരെ മഷ്ഹൂറായ പുസ്തകമാണ് ഫൈദുൽ ബാരി അല ജാമിഇ തിർമിദി. അടുത്തത് മുഹമ്മദ് നാദിം. അൻവർ ഷാ കാശ്മീരി ഇമ്പോർട്ടന്റ് ആണ്. ഞാന് ഇന്ത്യയിലേക്ക് വന്നു, റഷീദ് റിദയുടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. ഞാൻ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത്, ഇന്ത്യ വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു ആലിമിനെ കണ്ടു. ഈ ആലിമിനെ കാണാതെ ഞാൻ ഈജിപ്തിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമായിരുന്നു. ഇത് ആരെ സംബന്ധിച്ചാ പറഞ്ഞത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റഷീദ് റിദയുടെ ഒരു കൊട്ടേഷൻ. അത് അൻവർ ഷാ കാശ്മീരിയെ സംബന്ധിച്ചാണ് അങ്ങനെ പറഞ്ഞത്. ഈ മുഹമ്മദ് നാദിം അന്നദിവി. ഉലിദ ഫി മദീനത്തി ബിഹാർ. ബിഹാർ സിറ്റിയിലാണ് അദ്ദേഹം ജനിച്ചത്. തൂഫിയ ഫി കറാച്ചി. പാകിസ്ഥാനിലാണ് മരിച്ചത്.
അൻവർ ഷാ കാശ്മീരിയുടെ മരണത്തെ സംബന്ധിച്ച് പറഞ്ഞത് അത് ശ്രദ്ധിക്കുക. 1292 ജനനം എന്നാ പറഞ്ഞത്. അത് ഹിജ്റ വർഷം വെച്ചിട്ടാണ് ജനന വർഷം പറഞ്ഞത്. മരണവർഷം പറഞ്ഞത് ക്രിസ്തു വർഷം. അതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. അല്ലാതെ 1292 ജനിച്ച് 1875 മരിച്ചു പറയുമ്പോ 600 വർഷം ജനിച്ചു അല്ല, ഏകദേശം 600 വർഷം ജീവിച്ചു എന്നുള്ള അർത്ഥം. 1290 ഞാൻ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു 1292 എന്നുള്ളത് ഹിജ്റ വർഷമാണ്. മരണവർഷം പറഞ്ഞ സമയത്ത് ക്രിസ്തു വർഷം വെച്ചിട്ടാണ് പറഞ്ഞത്. അത് 1875 അങ്ങനെ ഞാൻ പറയാൻ കാരണം ഒരു ഇൻബോക്സിൽ ഒരാൾ ചോദ്യം ചോദിച്ചു, അതുകൊണ്ടാണ് അത് പറയാൻ. മുഹമ്മദ് നാദിം നദ്വി ബീഹാറിൽ ജനിച്ചു, കറാച്ചിയിൽ മരിച്ചു. മദീനയിലെ ജാമിയ ഇസ്ലാമിയയിൽ അറബി സാഹിത്യത്തിന്റെ ഉസ്താദായിരുന്നു. കാന ഉസ്താദൻ ലിൽ അദബിൽ അറബി ബിൽ ജാമിയ അൽ ഇസ്ലാമിയ ബിൽ മദീന അൽ മുനവ്വറ. ഇദ്ദേഹത്തിന് പ്രസിദ്ധമായ ചില ഖസീദകളുണ്ട്. ആ ഖസീദ ഒന്ന് ബാക്കത്തുൽ അസ്ഹാർ. രണ്ട് അൽ ഖസീദത്തുർ റായിയ. അടുത്തത് ഉമർ ഖാദി അൽ ബിലങ്കൂത്തി, വെളിയങ്കോട് ഉമർ ഖാദി. കേരളക്കാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വെളിയങ്കോട് ഉമർ ഖാദി എന്നവരുടെ. ആയിരത്തി 1177 ജനിച്ചു. അദ്ദേഹത്തിന്റെ ഉപ്പ അലി മുസ്ലിയാർ കാന ആലിമൻ കബീറൻ. കാന അബൂഹു അലി മുസ്ലിയാർ ആലിമൻ കബീറൻ. കാന ഫഖീഹൻ ഷാഫിഇയ്യൻ. ഷാഫി ഫിക്കിൽ വലിയ കഴിവുള്ള ആളായിരുന്നു. കാന ഫഖീഹൻ ഷാഫിഇയ്യൻ. ഉമർ ഖാദി തങ്ങളുടെ ഏറ്റവും വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ് നിക്കാഹിന്റെ ബന്ധപ്പെട്ട ഷാഫി ഫിക്കയിലെ അഹ്കാമുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് 1000-ലധികം ബൈത്തുള്ള ഒരു അൽഫി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ലഹു അൽഫിയത്തുൻ ഫിൻ നിക്കാഹി. നിക്കാഹിൽ അദ്ദേഹത്തിന് ഒരു അൽഫിയാണ്.
അടുത്തത് അബ്ദുൽ ഖാദിർ അൽ ഫൽഫരി. ഫൽഫർ എന്നുള്ള ലഫ്ദിന് പള്ളിപ്പുറം എന്നാണ് ഫൽഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉലിദ ഫി ഖറിയത്തി പള്ളിപ്പുറം. ദറസ ഫി ബാഖിയാത്തി സ്വാലിഹാത്ത്. ബാഖിയാത്തു സ്വാലിഹാത്തിൽ ആണ് ഇദ്ദേഹം പഠിച്ചത്. ആയിരത്തി 313 ജനനം. ഹിജറ ട്ടോ. 1313 ജനനം. 1374 മരണം. 1313 ജനനം. 1374 മരണം. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകങ്ങൾ ഒന്ന് ജവാഹിറുൽ അഷ്ആർ, ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം ജവാഹിറുൽ അഷ്ആർ. ഹാഷിയത്തുൻ അലാ ശർഹി ഖത്തറിൻ നദ. ഹാഷിയത്തുൻ അലാ ശർഹി ഖത്തറിൻ നദ. മറ്റൊരു പുസ്തകമാണ് മജ്മഉൽ ഫവായിദ്. പിന്നെ ഇന്ത്യയിൽ നിന്നിറങ്ങിയ ഒരു പ്രസിദ്ധമായ 10 പുസ്തകങ്ങൾ. ഹുജ്ജത്തുല്ലാഹിൽ, ഈ 10 പുസ്തകങ്ങളുടെയും ഓദറുകളെ നമ്മൾ ഓർത്തു വെക്കണം. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ നമ്മൾ പറഞ്ഞു, ഷാഹു വലിയുള്ളാഹിയുടെ പുസ്തകമാണ്. താജുൽ അറൂസ്, മുർത്തള അസ്സബീദിയാണ് അതിന്റെ മുസന്നിഫ്. ഇമ്പോർട്ടന്റ് ആണ്. താജുൽ അറൂസ് അതൊരു ഡിക്ഷണറിയാണ്. താജുൽ അറൂസ്. മുർത്തള സബീദിയാണ് അതിന്റെ മുസന്നിഫ്. പിന്നെ സുബ്ഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ, അതൊരു ഹിസ്റ്ററി പുസ്തകമാണ്. അതും നമ്മൾ പറഞ്ഞു. ഗുലാം അലി ആസാദാണ് അതിന്റെ മുസന്നിഫ്. ഗുലാം അലി ആസാദ്. സുബ്ഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ. അബ്ജദുൽ ഉലൂം ആരുടെ പുസ്തകമാണ്? എക്സാമിന് വന്നതാണ്. സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. അബ്ജദുൽ ഉലൂം ഖനൂജിയുടെ പുസ്തകം. സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. അടുത്തത് തുഹ്ഫത്തുൽ മുജാഹിദീൻ ആരുടെ പുസ്തകമാണ്? അഹ്മദ് സൈനുദ്ദീൻ അൽ മലൈബാരി അവരുടെ പുസ്തകമാണ്. അടുത്ത കശാഫ് മുസ്തലഹാത്തിൽ ഫുനൂനി വൽ ഉലൂം, വളരെ ഇമ്പോർട്ടന്റ് പുസ്തകമാണ്. കശാഫ് എല്ലാ ഫന്നിന്റെയും ടേമുകൾ, നെഹ്വ് ആവട്ടെ, സർഫ് ആവട്ടെ, ഫൽസഫ ആവട്ടെ, മന്തിക്ക് ആവട്ടെ, എല്ലാ ഫന്നിന്റെയും ടേമുകൾ വിശദീകരിക്കുന്ന പുസ്തകമാണ് കശാഫ് മുസ്തലഹാത്തിൽ ഫുനൂൻ വൽ ഉലൂം. ആ പുസ്തകത്തിന്റെ ഓണർ മുഹമ്മദ് അലി അത്തഹാനവിയാണ്.
കശാഫ് മുസ്തലഹാത്തിൽ ഫുനൂനി വൽ ഉലൂം. അടുത്തത് അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. അബ്ദുൽ ഹയ്യിൽ ഹസനിയാണ് അതിന്റെ മുസന്നിഫ്. അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. ഇതൊക്കെ എക്സാമിന് വന്നതാണ് കേട്ടോ. അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദിന്റെ ഓദർ ആരാണ്? അടുത്ത പുസ്തകത്തെ ഞാൻ പരിചയപ്പെടുത്തിയ പുസ്തകമാണ് അബ്ദുൽ ഹയ്യുൽ, ഇതേ മുസന്നിഫിന് തന്നെ, നദീബയുടെ ഉപ്പാക്ക്. അൽ ഇഅ്ലാമു ബിമൻ ഫിൽ ഹിന്ദി മിനൽ അഅ്ലാം. ഇന്ത്യയിലെ പണ്ഡിതന്മാരെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള അർത്ഥത്തിന്. ഇതിന്റെ മറ്റൊരു പേരാണ് നുസ്ഹത്തുൽ ഖവാത്തിർ. അൽ ഇഅ്ലാമു ബിമൻ ഫിൽ ഹിന്ദി മിനൽ അഅ്ലാം. അൽ ഇഅ്ലാമു ബിമൻ ഫിൽ ഹിന്ദി മിൻ അഅ്ലാം, ബ്രാക്കറ്റിൽ നുസ്ഹത്തുൽ ഖവാത്തിർ. റിജാലുൽ ഹിന്ദ് വസിന്ദ്. ഇതിന്റെ ഓദറാണ് അത്ഹർ മുബാറക് ഫൂരി, ഖാലി അത്ഹർ മുബാറക് ഫൂരി. റിജാലുൽ ഹിന്ദി വസിന്ദ്. അടുത്തത് മാദാ ഖസ്റൽ ആലമു ബിൻഹിതാത്തിൽ മുസ്ലിമീൻ. ഞാൻ നേരത്തെ പറഞ്ഞ നദീവിയുടെ മാസ്റ്റർ പീസ് കിതാബ്, അബുൽ ഹസൻ നദീവിയുടെ മാസ്റ്റർ പീസ് കിതാബ് മാദാ ഖസ്റൽ ആലമു ബിൻഹിതാത്തിൽ മുസ്ലിമീൻ. ഇതോടുകൂടി ഏകദേശം ഇന്ത്യ നമ്മൾ കവർ ചെയ്തു. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ടത് ഷാഹ് വലിയുള്ള ദഹ്ലവി ഇമ്പോർട്ടന്റ് ആണ്, അൻവർ ഷാ കാശ്മീരി ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. ഷാഹ് വലിയുള്ള ഇമ്പോർട്ടന്റ് ആണ്, അൻവർ ഷാ കാശ്മീരി ഇമ്പോർട്ടന്റ് ആണ്, അബ്ദുൽ ഹയ്യുൽ ഹസൻ നദിവിയുടെ ഉപ്പ ഇമ്പോർട്ടന്റ് ആണ്, അബു അലി അൽ ഹസൻ അൻ നദിവി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഫൈദുൽ ഹക്ക്, അതുപോലെ ഫദ്ലുൽ ഹക്ക് അൽ ഖൈറാബാദി, ഫദ്ലുൽ ഹക്ക് അൽ ഖൈറാബാദി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഫദ്ലുൽ ഹസൻ അസിഹാറൻപൂരി ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഈ പുസ്തകങ്ങളുടെ പേരും പഠിച്ചു നോക്കുക. ഈ പുസ്തകങ്ങളുടെ പേരും ഓതേഴ്സ്. ഇൻഷാ അല്ലാഹ് നാളെ ബലാഗ ഉണ്ടാകും. ബലാഗ വളരെ ആത്മാർത്ഥമായിട്ട് ക്ലാസ്സിൽ ഇരിക്കണം എല്ലാവരും. നമ്മൾ ഓൺലൈൻ ക്ലാസ് ആവുമ്പോൾ തന്നെ നമുക്കൊരു പകുതി ചടപ്പുണ്ടാകും, സ്വാഭാവികമാണ്. പിന്നെ നിങ്ങളെ മുമ്പിൽ കണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറെ തമാശയൊക്കെ പറയാൻ കഴിയും. നമ്മൾ പരിചയമില്ലാതെ നമ്മൾ ഓൺലൈനിലൂടെ മാത്രം കാണുന്ന സമയത്ത് ക്ലാസ് എടുക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. അപ്പോ പിന്നെ നേരെ ക്ലാസ് എടുക്കണ ഒരു എഫക്റ്റീവോ അല്ലെ നിങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ ഒന്നും പറയാൻ ഓൺലൈനിലൂടെ നമുക്ക് സാധിച്ചോളണമെന്നില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി എന്നാ പറയണത്. തമാശ ഞങ്ങൾ നല്ല പരിചയപ്പെട്ടിരിക്കണെന്ന്. അപ്പൊ ഞാൻ പറയാണ് ഷാബി സാർ മൊത്തത്തില്. അപ്പൊ നാളത്തെ പിന്നെ ബലാഗിന്റെ ക്ലാസ്സിൽ എല്ലാവരും നല്ല ആക്റ്റീവായി ആ ഭാഗങ്ങൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ആയി വന്നാൽ നല്ല ഒരു ബലാഗിന്റെ ക്ലാസ്. കഴിഞ്ഞ എക്സാമിൽ ഏകദേശം ഒരുപാട് ചോദ്യങ്ങൾ ബലാഗയിൽ നിന്നാണ് വന്നത്. അപ്പോ നമുക്ക് ആദ്യം ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് വാട്സപ്പിലൂടെ കുറച്ചൊക്കെ ബലാഗൽ വാദിഹ കുറച്ചൊക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് കാട്ടിത്തരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അക്മൽതുൽ യൗം. നഅം.
وشكرا لكم على هذا التقديم الرائع، والشكر بارك الله فيك. للجميع إن شاء الله. بارك الله فيك. هنا غدا ربما في رمضان، نعم فكل عام وأنتم بخير إن شاء الله. ان شاء الله في رمضان لا تكون هناك عطلة، صحيح؟ الدراسة جارية. جيد طبعا. طبعا تمام سيدي. بدون لكن. ان شاء الله سيدي، غدا ان شاء الله ان كانت في العمر بقية نتناول ان شاء الله. توفيق. ان شاء الله. شكرا. السلام عليكم. وعليكم السلام.